ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 11 വർഷ സേവനകാലം. നരേന്ദ്രമോദി സർക്കാർ 11 വർഷം പൂർത്തിയാക്കുകയാണ്. രാഷ്ട്രനിർമ്മാണത്തിൽ ഏവരെയും ഉൾപ്പെടുത്തിയ പുരോഗമനപരവും സുസ്ഥിരവുമായ വികസനം കൈവരിക്കുന്നതിനായി കരുത്തുറ്റ നിലപാടുകൾ കൈക്കൊണ്ട 11 വർഷങ്ങൾ. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയും അവസരവും എല്ലാ പൌരന്മാർക്കും പ്രാപ്യമാക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധതയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ഉറച്ചു നിൽക്കുന്നു. ജാതി മത ലിംഗ വേർതിരിവുകൾക്കപ്പുറം വികസനാധിഷ്ഠിത രാഷ്ട്രീയ വിഷയങ്ങൾ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന രാഷ്ട്രീയ ചർച്ചകളുടെയും നയപരമായ പ്രവർത്തനങ്ങളുടെയും കേന്ദ്ര ബിന്ദുവായി അവയെ മാറ്റിയ ഒരു ഭരണകാലത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. 2014 മുതൽ എല്ലാ നയരൂപീകരണത്തിലും പ്രവർത്തനത്തിലും ഇന്ത്യ ആദ്യം എന്ന പരിഗണന മുൻപിലേക്ക് വരുന്നത് നാം കണ്ടു. സമൂഹത്തിന്റെ പിന്നാക്ക മേഖലയിൽ കഴിയുന്നവർക്കായി കഴിഞ്ഞ 11 വർഷങ്ങളിലായി വിവിധ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ അഭിപ്രായപ്പെട്ടിരുന്നു. साथियों, केंद्र में भाजपा एनडीए की सरकार को अब 11 साल हो रहे हैं. ये 11 साल गरीब कल्याण के नाम समर्पित रहे हैं. पिछले 11 साल में 25 करोड़ से ज्यादा गरीबों ने गरीबी को, हमारे ही गरीब भाई बहनों ने गरीबी के खिलाफ जंग लड़ा और 25 करोड़ गरीब गरीबी को परास्त कर करके विजयी होकर के गरीबी से बाहर निकले हैं. अब वो नए मध्यम वर्ग का हिस्सा बने. കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ പൊതുസേവന വിതരണത്തിലും ജൻധൻ ആധാർ മൊബൈൽ സംവിധാനം ഉപയോഗിച്ച് ഗവൺമെന്റ് പദ്ധതികൾ നടപ്പിലാക്കുന്നതിലും മാതൃകാപരമായ മാറ്റം കൈവന്നിട്ടുണ്ട്. ഇടനിലക്കാരെ ഒഴിവാക്കി അർഹരായ ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൌണ്ടിലേക്ക് നേരിട്ട് ആനുകൂല്യങ്ങൾ കൈമാറാൻ, പാർശ്വവത്കരിക്കപ്പെട്ട വിവിധ വിഭാഗങ്ങൾക്ക് പിന്നോട്ടു പോകാനാവാത്ത വിധം ശാക്തീകരണം ഉറപ്പാക്കാൻ, അവരെ സ്വപ്നം കാണാനും സ്വയം പര്യാപ്തരാക്കാനും ഇത് സഹായിച്ചു. ഇന്ത്യൻ പൈതൃകത്തിനുള്ള ആഗോള അംഗീകാരമായാണ് ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തോടെ പുതിയ ഇന്ത്യയെ ലോകം കണ്ടു. ദൃഢനിശ്ചയവും വേഗതയും പരമാധികാരവും പ്രവൃത്തിയിൽ വരുത്തുന്ന ഇന്ത്യയിലാണ് നാം ഓരോരുത്തരും ഇന്ന് ജീവിക്കുന്നത്. നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിന്റെ കാര്യത്തിൽ നിക്ഷേപക സൌഹൃദ നയമാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി പിന്തുടരുന്നത്. ഇതിന്റെ ഭാഗമായി സർക്കാരിന്റെയോ റിസർവ് ബാങ്കിന്റെയോ മുൻകൂർ അനുമതി കൂടാതെ തന്നെ മിക്ക മേഖലകളിലും 100% നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിന് വഴി തുറന്നിട്ടുണ്ട്. ആകർഷകവും മത്സരാധിഷ്ഠിതവുമായ നിക്ഷേപ കേന്ദ്രമായി ഇന്ത്യ തുടരുന്നു എന്ന് ഉറപ്പാക്കാൻ ഈ നയമാകട്ടെ നിരന്തരം അവലോകനം ചെയ്യപ്പെടുന്നുമുണ്ട്. നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൽ സ്ഥിരമായ വർധനമാണ് ഉണ്ടാകുന്നത്. 2013-14 സാമ്പത്തിക വർഷത്തിലെ $36.05 ബില്യൺ നിന്ന് 2024-25 സാമ്പത്തിക വർഷത്തിൽ $81.04 ബില്യൺ ഇത് ഉയർന്നു. കഴിഞ്ഞ 11 സാമ്പത്തിക വർഷങ്ങൾ കൊണ്ട് $748.78 ബില്യൺ നേരിട്ടുള്ള വിദേശ നിക്ഷേപമാണ് നമ്മുടെ രാജ്യത്തേക്ക് ഒഴുകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിപ്രായത്തിൽ നമുക്ക് ഭൂമി ഒന്നേയുള്ളൂ, പക്ഷേ നമ്മുടെ ഉദ്യമങ്ങൾ പലതാണ്. ഒരു ഭൂമി, പല പല ഉദ്യമങ്ങൾ. പരിസ്ഥിതി സംരക്ഷണത്തിനും ആഗോളക്ഷേമത്തിനും വേണ്ടിയുള്ള ഏതൊരു ഉദ്യമത്തെയും പിന്തുണയ്ക്കാൻ ഇന്ത്യ സജ്ജമാണ്. പല രാജ്യങ്ങളും സ്വന്തം കാലാവസ്ഥ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെടുന്നു എങ്കിലും സമയപരിധിക്ക് മുൻപ് തന്നെ ഇന്ത്യ ലക്ഷ്യം നേടുന്നു. സ്ഥാപിത ഊർജ്ജശേഷിയുടെ 40% ഫോസിൽ ഇതര സ്രോതസ്സുകളിൽ നിന്ന് ഉത്പാദിപ്പിക്കുക എന്ന ലക്ഷ്യം COP21 നിശ്ചയിച്ചിരുന്നതിനേക്കാൾ 10 വർഷം മുൻപ് തന്നെ
നമ്മുടെ രാജ്യം പൂർത്തീകരിച്ചു. കാലാവസ്ഥാ വേദികളിലും ചർച്ചകളിലും ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ വാക്കുകൾക്ക് കേൾവിക്കാർ ഏറെയാണ്. സമുദ്രമേഖലയിലെ മലിനീകരണം ലോകമാസകലം നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ്. സമുദ്ര സംരക്ഷണം ലക്ഷ്യമിട്ട് കാതലുള്ള ഒട്ടേറെ നടപടികൾ രാജ്യം സ്വീകരിച്ചു എന്ന് പറയുന്നു കുഫോസ് അക്വാട്ടിക് എൻവയോൺമെന്റ് മാനേജ്മെന്റ് വകുപ്പ് മേധാവി ഡോക്ടർ അനു ഗോപിനാഥ്. 2012 നാം ആരംഭിച്ച നാഷണൽ മൺസൂൺ മിഷൻ മുതൽ, അതായത് നമ്മുടെ മൺസൂൺ മഴക്കാലം കറക്റ്റായി പ്രവചിക്കാനുള്ള സംരംഭം മുതൽ ഇപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടുള്ള മിഷൻ മൗസം, അതായത് നമ്മളുടെ വെതറും ക്ലൈമറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തരത്തിലുള്ള ശാസ്ത്രീയമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ ചെയ്യുന്നതിനും ആ ഒരു സർവീസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവചനങ്ങൾ വളരെ കൃത്യമായി നമ്മളുടെ ജനസമൂഹത്തിന് കൊടുക്കുന്നതിനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നമ്മളുടെ ഗവൺമെന്റ് വലിയൊരു മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല 2030 നമ്മുടെ രാജ്യത്തിന്റെ ഒരു സമ്പദ് വ്യവസ്ഥ നിർണ്ണയിക്കുന്ന 10 പ്രധാന ശക്തികളിൽ ഒന്നായി നാം കണ്ടെത്തിയിരിക്കുന്നത് ബ്ലൂ എക്കോണമിയാണ്. അതായത് കടലിലെ വിഭവങ്ങളെ, ജൈവവും അജൈവവുമായ വിഭവങ്ങളെ നമ്മളുടെ രാജ്യത്തിന്റെ പുരോഗതിക്കായിട്ട് നമുക്ക് സുസ്ഥിരമായ രീതിയിൽ, അതായത് അതിന്റെ ഒരു സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതും മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ്, അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഫിഷറീസ്, അതുപോലെ തന്നെ നമ്മുടെ മിനിസ്ട്രി ഓഫ് ഷിപ്പിംഗ്, പോർട്ട് ആൻഡ് വാട്ടർവേസ്, ഇവരെല്ലാവരും കൂടി ഒരു സംയുക്തമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, അതുമായി ബന്ധപ്പെട്ട പോളിസികൾ ഉണ്ടാക്കുന്നതിലും അതിനൊരു അന്താരാഷ്ട്ര കാഴ്ചപ്പാടുകൾ കൊടുക്കുന്നതിനും അന്താരാഷ്ട്ര വേദികളിൽ, അതായത് പ്രധാനപ്പെട്ട കാലാവസ്ഥ ചർച്ചകളായ COP21, COP26, COP29 ഇവയിലെല്ലാം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെയും പോളിസികളെയും എങ്ങനെയെല്ലാം സമർത്ഥമായി അവതരിപ്പിക്കാം എന്നുള്ളതിലും വളരെ വലിയൊരു പ്രവർത്തനമാണ് ഇന്ത്യ ഗവൺമെന്റ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കോവിഡ്-19 മഹാമാരിയുടെയും റഷ്യ യുക്രൈൻ സംഘർഷത്തിന്റെയും ആഘാതത്തിൽ നിന്ന് ആഗോള സമ്പദ് വ്യവസ്ഥ കരകയറുകയാണ്. ലോകം സ്വന്തം നിലനിൽപ്പിനായി ബുദ്ധിമുട്ടിയ ധനപുനരുജ്ജീവന പാക്കേജുകൾക്കായി ബാങ്കുകൾക്കും സംഘടനകൾക്ക് മുൻപിൽ കൈനീട്ടിയ ഒരു കാലത്തും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തല ഉയർത്തി തന്നെ നിലകൊണ്ടു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി ഇന്ത്യയെ IMF തന്നെ അംഗീകരിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ അഭൂതപൂർണമായ വളർച്ചയാണ് നാം സ്വന്തമാക്കുന്നത്. പുതിയ വിദ്യാഭ്യാസ നയമടക്കം കാതലായ ഒട്ടേറെ മാറ്റങ്ങൾ ഈ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൽ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ മാറ്റങ്ങളെപ്പറ്റി തൃശൂർ സെയിന്റ് തോമസ് കോളേജിലെ ഊർജ്ജതന്ത്ര അധ്യാപകനും വിദ്യാഭ്യാസ ഗവേഷകനുമായ ഡോക്ടർ ഡെയ്സൺ പാണേങ്ങാടൻ തരങ്കിണിയോട്. ആഗോളതലത്തിൽ സാങ്കേതികതയുടെ വളർച്ച അടയാളപ്പെടുത്തുന്നത് വ്യാവസായ വിപ്ലവത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണല്ലോ. 4ാം വ്യാവസായ വിപ്ലവത്തിൽ എത്തി നിൽക്കുന്ന ലോകത്തെ മുൻപിൽ നിന്ന് നയിക്കാവുന്ന തരത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ സാങ്കേതിക വിദ്യ വളർന്നതും ഈ വിദ്യാഭ്യാസ വളർച്ചയുടെ ചുവടുപിടിച്ച് തന്നെയാണെന്ന കാര്യത്തിൽ തർക്കവിതർക്കങ്ങളില്ല. വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് സർക്കാർ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രായോഗികതയിലൂന്നിയ വിദ്യാഭ്യാസ പ്രക്രിയയ്ക്ക് ആക്കം കൂട്ടുകയായിരുന്നു. 2025 ജൂലൈ 29 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ 5ാം വാർഷികം ആഘോഷിക്കാനിരിക്കെ ഈ രംഗം കൈവരിച്ച വിപ്ലവകരമായ നേട്ടങ്ങൾ നമ്മുടെ വാക്കുകൾക്കും ചിന്തകൾക്കും അതീതമാണ്. സമഗ്ര ശിക്ഷാഭിയാനും സ്കിൽ ഇന്ത്യ മിഷനും ഇത്തരുണത്തിൽ പ്രത്യേകം പരാമർശിക്കപ്പെടേണ്ട വിദ്യാഭ്യാസ സാധ്യതകൾ കൂടിയാണ്. വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ഇടക്കാലത്ത് ഉപേക്ഷിക്കേണ്ടി വന്ന ഉന്നത വിദ്യാഭ്യാസം ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും പുനരാരംഭിക്കുന്നതിനും അത് രാജ്യത്തിന്റെ ഏത് സ്ഥാപനത്തിൽ ആരംഭിക്കുന്നതിനും സുസജ്ജമാക്കിയ അക്കാദമിക ബാങ്ക് ഓഫ് ക്രെഡിറ്റും സാങ്കേതിക വിദ്യകളിലൂന്നിയ ഓൺലൈൻ ഡിഗ്രി പഠനവും സ്വയം പോർട്ടലിലെ ഓൺലൈൻ കോഴ്സുകളും ഈ കാലഘട്ടത്തിന്റെ സവിശേഷതയാണ്. ചുവപ്പ് നാട ഒഴിവാക്കി നിയമങ്ങൾ ലളിതമാക്കി വീട്, ജോലി, ചികിത്സ എന്നിവ കൂടുതൽ പ്രാപ്യമാക്കുന്ന സാധാരണ പൗരന്മാരുടെ യഥാർത്ഥ ആശങ്കകൾ സംസാരിക്കുന്ന പരിഷ്കാരങ്ങളുടെ ഒരു കാലമാണ് ഇത്. PMAY പദ്ധതിയിലൂടെ 4 കോടിയിലധികം വീടുകളാണ് ഇക്കാലയളവിൽ നമ്മുടെ രാജ്യത്ത് നിർമ്മിച്ചു നൽകിയത്. മകൾക്കൊപ്പം അടച്ചുറപ്പുള്ള ഒരു വീട്ടിൽ കഴിയാൻ അവസരം ലഭിച്ചതിൽ തൃപ്തയാണ് തിരുവനന്തപുരം സ്വദേശിനി ഷമീല. നമസ്കാരം. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു എനിക്കൊരു വീട് വെക്കണം എന്നുള്ളത്. അങ്ങനെയാണ്
PMAY പദ്ധതിയെ കുറിച്ച് അറിഞ്ഞത്. ഞങ്ങളുടെ അന്നത്തെ കൗൺസിലറിനെ പോയി കണ്ട്, അപ്പോൾ ആ കൗൺസിലർ ഫോമൊക്കെ തന്നു. ഞാൻ അപ്ലൈ ചെയ്തു. ആദ്യത്തെ അപേക്ഷയിൽ തന്നെ എൻ്റെ അപേക്ഷ പരിഗണിക്കുകയും എനിക്ക് വീട് കിട്ടുകയും ചെയ്തു. 4 ഗഡുക്കളായിട്ടാണ് പൈസ കിട്ടിയത്. 4 ലക്ഷം രൂപയുണ്ടായിരുന്നു. അത് 4 ഗഡുക്കളായിട്ട് കിട്ടി. 6 മാസത്തിനകം തന്നെ വീട് വെക്കാൻ പറ്റി. PMAY പദ്ധതിയിലാണ് എനിക്ക് വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റിയത്. അതുകൊണ്ട് ഇന്ന് ഞാനും മോളും അടച്ചുറപ്പുള്ള വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കുന്നു. കഴിഞ്ഞ 11 വർഷമായി ഗവൺമെന്റ് വിവിധ നടപടികളിലൂടെ പൌരന്മാരുടെ ദൈനംദിന ജീവിതം മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എല്ലാ ഇന്ത്യക്കാരുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഈ ഗതിവേഗം പ്രധാനമന്ത്രിയുടെ എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം, എല്ലാവരുടെയും വിശ്വാസം, കൂട്ടായ പ്രയത്നം എന്ന വലിയ ദർശനവുമായി പൊരുത്തപ്പെടുന്നു. കുടിക്കാൻ ശുദ്ധജലം ലഭിക്കുക എന്നത് പൌരന്റെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മെച്ചപ്പെട്ട കുടിവെള്ള സൌകര്യം വീടുകളിൽ തന്നെ ലഭ്യമാക്കുക എന്ന ദർശനത്തോടെയാണ് ജൽജീവൻ മിഷൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. പദ്ധതിയുടെ സഹായത്താൽ കുടിവെള്ള സൌകര്യം ലഭിച്ച സന്തോഷത്തിലാണ് പന്തളം മുടിയൂർക്കോണം ചേരിക്കൽ സ്വദേശി അരുൺ BC. എന്റെ പേര് അരുണ്. പന്തളം ചേരിക്കലാണ് വീട്. 2023 ജലജീവൻ മിഷന്റെ അമൃത പദ്ധതി വഴി 12 കോടി പന്തളം മുനിസിപ്പാലിറ്റിക്ക് അനുവദിച്ചത്. 23 ജൂലൈ 6 സെപ്റ്റംബർ ആയപ്പോൾ അപേക്ഷ കൊടുത്തു. ഒക്ടോബർ ആയപ്പോഴത്തേക്ക് കണക്ഷൻ കിട്ടി, 1 മാസത്തിനുള്ളിൽ. ഇപ്പൊ എനിക്ക് ബുദ്ധിമുട്ടില്ല, വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല. ഇപ്പം വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള പ്രദേശമാണ്. ഇപ്പം വെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നില്ല. വിത്ത് മുതൽ വിപണി വരെ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് കർഷകരുടെ സ്ഥിതി മെച്ചപ്പെടുത്തുകയും കൃഷിയുടെ മുന്നോട്ടുള്ള ശൃംഖലകൾ ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. കഴിഞ്ഞ 11 വർഷമായി ഇന്ത്യൻ കാർഷിക മേഖലയിൽ മാതൃകാപരമായ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റം അതിനെ ആധുനികവും ശാസ്ത്രീയവും സമൃദ്ധവുമാക്കുന്നു. ഇന്ന് ഇന്ത്യൻ കർഷകൻ ഉത്പാദനത്തിൽ മാത്രമല്ല, അതിന്റെ വിശാലമായ ഉത്പന്നങ്ങൾക്കുള്ള വിപണിയായി ലോകത്തെ ആത്മവിശ്വാസത്തോടെ നോക്കുക കൂടി ചെയ്യുന്നു. ലോകത്തിലെ എല്ലാ തീന്മേശയിലും ഇന്ത്യൻ ഉത്പന്നങ്ങൾ ഉണ്ടാകണം എന്നത് പ്രധാനമന്ത്രി വിഭാവനം ചെയ്യുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ 11ാം വയസ്സിലേക്ക് കടന്നിരിക്കുകയാണ്. അമൃതകാലം എന്ന ഈ കാലഘട്ടത്തിൽ ഓരോ ഇന്ത്യക്കാരനും ഇന്ത്യയുടെ വളർച്ചയുടെ ഭാഗമാകാൻ കഴിയുന്ന തരത്തിൽ ജനങ്ങളെ സ്വപ്നം കാണാൻ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല, അവരുടെ ഉയർന്നു വരുന്ന അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിന് മതിയായ പിന്തുണയും കേന്ദ്ര സർക്കാർ നൽകുന്നു. ഇന്ത്യൻ ഭരണഘടന എല്ലാ പൌരന്മാരെയും തുല്യരായാണ് കണക്കാക്കുന്നത്. ഒപ്പം അവർക്കെല്ലാം മാന്യമായ ജീവിതവും ഉറപ്പു നൽകുന്നു. എന്നാൽ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം നിരവധി പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അടിസ്ഥാന സൌകര്യങ്ങളുടെ അഭാവം നമ്മുടെ രാജ്യം നേരിട്ടിരുന്നു. ഈ ദുരവസ്ഥയ്ക്ക് മാറ്റം വരുത്തേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കി ആരെയും പുറന്തള്ളാതെ ഏവരെയും ഉൾക്കൊള്ളുന്ന വികസന മാതൃക ആരംഭിച്ച കേന്ദ്ര സർക്കാർ ഇന്ന് വിജയത്തിന്റെ പാതയിലാണ്. പതിനൊന്നാം വയസ്സിലേക്ക് കടന്ന കേന്ദ്ര സർക്കാരിനെ പറ്റിയുള്ള പ്രത്യേക പരിപാടി അവസാനിക്കുന്നു. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് കരോൾ ത്രേസ്യാമ അബ്രഹാം. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9:00.